പശ്ചിമബംഗാളിലേക്ക് വന്നാൽ പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വനിതാ സംവരണ ബില്ല് ഉയർത്തി ബിജെപിയും വോട്ടർ പട്ടിക ക്രമക്കേടും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവും സജീവ ചർച്ചയാക്കി തൃണമൂൽ കോൺഗ്രസും പോരാട്ടം കടുപ്പിക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകർന്ന ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഇന്ന് സംസ്ഥാനത്തെത്തും. YS അഭിനന്ദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദ്, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബംഗാളിൽ നമ്മൾ കാണുന്നുണ്ട്. SIR-ൽ അതുപോലെ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഒക്കെ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ നമ്മൾ കാണുന്നു. മമതയെ കടന്നാക്രമിച്ചുകൊണ്ട് മോദി തന്നെ NDAയുടെ പ്രചാരണം നയിക്കുന്നത്, നേതാക്കളുടെ വാക്പോര്, ഇതൊക്കെ നമ്മൾ കാണുന്നു. YS അഭിനന്ദ്. റിജിത്ത്, ശ്രുതി, മറ്റന്നാളാണ് ആദ്യഘട്ട പോളിംഗ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിൽ ഈ വാശിയേറിയ നരേന്ദ്രമോദിയുടെ ബിഷ്ണുപൂരിലെ റോഡ് ഷോയിൽ മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് ലോക്സഭയിൽ പരാജയപ്പെട്ടത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുമുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ വനിതാ വിരുദ്ധരാണ്. അവർ ഈ ബില്ല് നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല. തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ പശ്ചിമ ബംഗാളിലെ പെൺകുട്ടികളും അമ്മമാരും ഒക്കെ MPമാരാകാനും MLAമാരാകാനും അനുവദിക്കാത്തതെന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി ഇന്നലെ ഉയർത്തിയതിന് പിന്നാലെ തന്നെ മമതാ ബാനർജി മറുപടിയുമായി എത്തുന്നു. യഥാർത്ഥത്തിൽ വനിതാ വിരുദ്ധരത BJP ആണെന്നും പലതരത്തിലുള്ള ആളുകളെ സംരക്ഷിച്ച പാർട്ടി BJPയും നരേന്ദ്രമോദിയാണെന്നുമൊക്കെയുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് തിരിച്ച് നരേന്ദ്രമോദിക്കെതിരെ മമതാ ബാനർജി ഉയർത്തിയത്. അങ്ങനെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. എന്തായാലും വനിതാ സംവരണ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടത് ഒരു പ്രചാരണായുധമാക്കി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ SIR-ലടക്കം കാണിച്ച ക്രമക്കേടുകൾ, വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണം, ഒപ്പം തന്നെ ഇതുവരെ 15 വർഷക്കാലം തങ്ങളുടെ വികസന നേട്ടങ്ങളടക്കം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കോൺഗ്രസ് ഒട്ടും തന്നെ പിന്നോട്ടല്ല. മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഇന്ന് പ്രചാരണത്തിനായി എത്തുന്നത്. ആദ്യഘട്ട പോളിംഗ് മറ്റന്നാൾ നടക്കുന്നു. 29-ാം തീയതിയാണ് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്നത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ കൊണ്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സമ്പന്നം. ശരി, YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ബംഗാളിലേക്ക് എത്തുകയാണ്. നേതാക്കളുടെ വാക്പോര് തുടരുകയാണ്.